കോട്ടയം മുണ്ടക്കയത്ത് നിന്ന് 6 വർഷം മുമ്പ് കാണാതായ ജസ്ന മരിയ ജെയിംസിന്റെ തിരോധാന കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. ജസ്നയ്ക്ക് സഹപാഠിയായ ഒരു വിദ്യാർത്ഥിയോട് അടുപ്പമുണ്ടായിരുന്നുവെന്നും എന്നാൽ ഈ സഹപാഠിക്കാകട്ടെ മറ്റൊരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലായിരുന്നുവെന്നും ഇതറിഞ്ഞ ജസ്ന താൻ മരിക്കാൻ പോകുന്നുവെന്നും ഇത് തന്റെ അവസാന കോളായിരിക്കുമെന്നും സന്ദേശം അയച്ചുവെന്നാണ് CBI പറയുന്നത്. ഇതുകൂടാതെ ജസ്ന മതം മാറിയിരിക്കാം എന്ന സംശയത്തെ തുടർന്ന് നേരത്തെ മതം മാറിയതിലൂടെ വാർത്തകളിൽ ഇടം പിടിച്ച ഹാദിയയിലേക്കും CBIയുടെ അന്വേഷണം എത്തിയിരുന്നുവെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്നാൽ ഈ അന്വേഷണത്തിലൊന്നും തന്നെ ജസ്ന മരിച്ചതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ജസ്നയുടെ തിരോധാനത്തിന് മതതീവ്രവാദ സംഘടനകൾക്ക് ബന്ധമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ കേസ് അന്വേഷണം അവസാനിപ്പിക്കാൻ അനുമതി തേടി CBI കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. എന്നാൽ ഇതിന് പിന്നാലെ ജസ്നയുടെ കൂടെ കോളേജിൽ പഠിച്ച 5 പേരിലേക്ക് CBI അന്വേഷണം എത്തിയില്ല എന്ന പരാതി ഉന്നയിച്ചുകൊണ്ട് CBIക്കെതിരെ ജസ്നയുടെ പിതാവും രംഗത്തെത്തിയിരുന്നു. ഇതോടെയാണ് CBI സമർപ്പിച്ച അന്തിമ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് ഇപ്പോൾ തുടരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഹർജി ഇപ്പോൾ കോടതി സ്വീകരിച്ചിരിക്കുകയാണ്. ഈ ഹർജിക്കെതിരെ CBIയുടെ ആക്ഷേപം സമർപ്പിക്കാൻ 2 ആഴ്ച കൂടി സമയം നൽകിയിരിക്കുകയാണ്. ഇതോടെയാണ് ജസ്ന മരിയ ജെയിംസിന്റെ തിരോധാന കേസ് തിടുക്കത്തിൽ അന്വേഷിച്ച കേരള പോലീസ് അന്വേഷണത്തിന്റെ സുവർണ്ണ മണിക്കൂറുകൾ നഷ്ടപ്പെടുത്തിയെന്ന CBI റിപ്പോർട്ട് നൽകുന്നത്. അതായത് കാണാതാകുന്ന കേസുകളിൽ ആദ്യത്തെ 48 മണിക്കൂറാണ് ഏറെ നിർണായകമാകുന്നത്. എന്നാൽ ലോക്കൽ പോലീസ് ഈ കേസിന് മുൻഗണന നൽകിയിട്ടില്ല എന്നും CBI നൽകിയ റിപ്പോർട്ടിലുണ്ട്. ലോക്കൽ പോലീസിനോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിനോ CBIക്കോ ജസ്ന എവിടെയാണ് എന്നതിന് ഇപ്പോഴും ഒരു തെളിവും ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് CBI റിപ്പോർട്ടിൽ പറയുന്നത്. അതേസമയം ശുഭവാർത്ത പ്രതീക്ഷിക്കാമെന്നൊക്കെ ഉന്നത ഉദ്യോഗസ്ഥർ ഇടയ്ക്കിടെ ശുഭാപ്തി വിശ്വാസമൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. അതായത് ജസ്ന എവിടെയാണ് എന്നുള്ളത് വ്യക്തമായി അറിയാതെ തന്നെ ജസ്ന എവിടെയോ ഒളിവിൽ കഴിയുന്നതായിട്ടുള്ള ഒരു പ്രചരണം തന്നെയാണ് ഇവർ നടത്തിയത് എന്നാണ് പറയുന്നത്. തിരുവനന്തപുരം CJM കോടതിയിലാണ് CBI റിപ്പോർട്ട് സമർപ്പിച്ചത്. അതായത് കേരളം, തമിഴ്നാട്, കർണാടക, മുംബൈ തുടങ്ങിയ സ്ഥലങ്ങളിൽ പരിശോധന നടത്തി. ഇതിന് പിന്നാലെയാണ് ഈ കേസ് അന്വേഷണം അവസാനിപ്പിക്കാൻ CBI കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. ജസ്ന മതം മാറിയിരിക്കാം എന്ന സംശയത്തെ തുടർന്ന് നേരത്തെ തന്നെ മതം മാറിയതിലൂടെ വാർത്തകളിൽ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഹാദിയുമായി CBI ഉദ്യോഗസ്ഥർ സംസാരിച്ചിരുന്നു. മതം മാറ്റുന്നവരുടെ രീതികളെക്കുറിച്ചൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. പാലക്കാട് കാണാതാവുകയും വീടിന് തൊട്ടടുത്തുള്ള കാമുകന്റെ വീട്ടിൽ 10 വർഷമായി ഒളിവിൽ കഴിയുകയും ചെയ്ത സജിതയുടെ കേസും CBI പരിശോധിച്ചിരുന്നു. 2 കേസുകളിലും ജസ്നയുടെ കേസുമായി താരതമ്യം ചെയ്യാൻ കഴിയുന്ന തരത്തിലൊന്നുമില്ല എന്ന് തന്നെയാണ് CBI പറയുന്നത്. ജസ്ന പ്രണയിച്ചൊളിച്ചോടിയതിന് CBIക്ക് ഒരു തെളിവും കിട്ടിയിട്ടില്ല. ജസ്നയ്ക്ക് സഹപാഠിയായ ഒരു വിദ്യാർത്ഥിയോട് അടുപ്പമുണ്ടായിരുന്നുവെന്നും എന്നാൽ ഈ വിദ്യാർത്ഥി ജസ്നയെ ഒരു സുഹൃത്തായി മാത്രം കണ്ടിരുന്നു. മാത്രമല്ല ഈ വിദ്യാർത്ഥി മറ്റൊരു പെൺകുട്ടിയുമായി ഇഷ്ടത്തിലുമായിരുന്നു. ഇക്കാര്യമൊക്കെ ജസ്നയ്ക്ക് അറിയാമായിരുന്നു. ജസ്നയെ കാണാതാകുന്നത് 2018 മാർച്ച് 22-നാണ്. ഇതിന് തലേ ദിവസം തന്നെ രാവിലെ ജസ്ന ഈ സഹപാഠിയെ ഫോൺ ചെയ്തു. ജസ്നയുമായി സംസാരിക്കരുതെന്ന് സഹോദരൻ വിലക്കിയിരുന്നു എന്നതിനാൽ തന്നെ സഹപാഠി ഫോൺ എടുത്തിട്ടില്ല. എന്നാൽ ഇത് തന്റെ അവസാന കോൾ ആയിരിക്കുമെന്ന് ജസ്ന ഒരു സന്ദേശം അയച്ചു. പിന്നീട് സഹപാഠി ഫോൺ എടുത്തപ്പോൾ ഇനി വിളിക്കില്ലെന്നും കുറച്ചു സമയത്തെ നിശബ്ദതയ്ക്ക് പിന്നാലെ ജസ്ന പറഞ്ഞു. തുടർന്ന് ഫോൺ കട്ട് ചെയ്തതിന് ശേഷം താൻ മരിക്കാൻ പോകുന്നു എന്ന് ജസ്ന സന്ദേശം അയച്ചു. സഹപാഠി ഇക്കാര്യം ജസ്നയുടെ സഹോദരിയെ അറിയിച്ചു. ഈ വിദ്യാർത്ഥിയെയും ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫിനെയും പോളിഗ്രാഫ് ടെസ്റ്റിനും ബ്രെയിൻ ഇലക്ട്രിക്കൽ ഓക്സിലേഷൻ സിഗ്നേച്ചർ പ്രൊഫൈലിംഗ് ടെസ്റ്റിനും ഒക്കെ വിധേയമാക്കിയെങ്കിലും ഈ കേസന്വേഷണത്തെ സഹായിക്കുന്ന തരത്തിൽ ഒരു തുമ്പും ലഭിച്ചില്ല. സഹപാഠിയെ വിദ്യാർത്ഥി ശാസ്ത്രീയ പരിശോധനയ്ക്ക് സന്നദ്ധനാണെന്ന് ഉദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തിരുന്നു. അതേസമയം 2017 ഏപ്രിൽ മുതൽ 2018 മാർച്ച് 22 വരെയുള്ള ജസ്നയുടെ ഫോൺ രേഖകൾ CBI പരിശോധിച്ചു. 4,17,681 സെക്കൻഡ് ദൈർഘ്യമുള്ള 1,619 കോളുകളാണ് ഈ കാലയളവിലുണ്ടായിരുന്നത്. അതായത് സഹോദരി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോളുകൾ വിളിച്ചത് സഹപാഠിയായ വിദ്യാർത്ഥിയായിരുന്നു. അതായത് 234 കോളുകൾ വിളിച്ചു. ഒരു ദിവസം രാത്രി 1 മണിക്ക് ജസ്ന ഈ സഹപാഠിയെ വിളിച്ച് പഠിക്കുകയാണോ എന്ന് അന്വേഷിച്ചതായും ഉറക്കത്തിലായിരുന്ന വിദ്യാർത്ഥി ദേഷ്യപ്പെട്ട് ഫോൺ വെച്ചതായും ഹോസ്റ്റൽ റൂമിലെ സുഹൃത്ത് CBIയോട് വ്യക്തമാക്കി. ഇരുവരും പ്രണയത്തിലായിരുന്നില്ല എന്ന് തന്നെയാണ് CBI കണ്ടെത്തിയത്. ഈ സഹപാഠിയും ഹോസ്റ്റൽ മുറിയിലെ 3 കൂട്ടുകാരികളും ഒഴികെ ജസ്നയ്ക്ക് കോളേജിൽ മറ്റാരുമായും അടുപ്പവും ഉണ്ടായിരുന്നില്ല. അതായത് ജസ്ന പ്രണയിച്ച് ഒളിച്ചോടാനുള്ള സാധ്യത ഇല്ലെന്ന് തന്നെയാണ് സുഹൃത്തുക്കൾ മൊഴി നൽകുന്നത്. ജസ്ന ഒരു തികഞ്ഞ മതവിശ്വാസിയായിരുന്നു. മതപരിവർത്തനത്തിനും സാധ്യതയില്ല. ആരുമായും അധികം സംസാരിച്ചിരുന്നില്ല.
കാണാതാകുന്ന അന്നും സന്തോഷവതിയായിരുന്നു. സ്മാർട്ട് ഫോണോ വാട്സപ്പോ ഇൻസ്റ്റാഗ്രാമോ ഉപയോഗിച്ചിരുന്നില്ല. സമൂഹ മാധ്യമങ്ങളിൽ സജീവമല്ലായിരുന്നു. ജസ്നയുടെ കൈവശമുണ്ടായിരുന്നത് ഒരു കീപാഡ് ഫോൺ. പഠനത്തിൽ മിടുക്കിയായിരുന്നു. പല രീതിയിൽ അന്വേഷണം നടത്തിയിട്ടും സഹായകരമായ ഒരു തുമ്പും ലഭിച്ചിട്ടില്ല എന്നാണ് CBI പറയുന്നത്. ഇതിന് പിന്നാലെയാണ് CBI ഈ കേസ് അന്വേഷണം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ ഹർജി നൽകിയത്. എന്നാൽ ഇതിനെതിരെയാണ് ഇപ്പോൾ ജസ്നയുടെ പിതാവ് രംഗത്തെത്തുകയും തുടർന്ന് 2 ആഴ്ചത്തേക്കുള്ള സമയം കോടതി തന്നെ CBIക്ക് നൽകിയിരിക്കുന്നത്. ഈ കേസിൽ എന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങളോ ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ CGM കോടതിയെ അറിയിക്കണമെന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ് കോടതി ഇപ്പോൾ ഇവർക്ക് കർശന നിർദ്ദേശവും നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.